ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിവാദമായ ഒരു അധ്യായമാണ് 2008 IPL സ്ലാപ്പ് ഗേറ്റ് വിവാദം. കിങ്സ് 11 പഞ്ചാബിന്റെ മലയാളി താരം ശ്രീശാന്തിനെ മുംബൈ ഇന്ത്യൻസിന്റെ ഹർഭജൻ സിംഗ് പരസ്യമായി തല്ലിയ സംഭവം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇരുവരും ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ ആ പഴയ മുറിവുകൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. ഹർഭജൻ സിംഗിനെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തതും തനിക്ക് ഇനി ഹർഭജനുമായി ഒരു ബന്ധവുമില്ലെന്നും ശ്രീശാന്ത് തുറന്നടിച്ചിരിക്കുന്നു. എന്തിനാണ് ശ്രീശാന്ത് ഇപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചത്? നമുക്കൊന്ന് പിന്നിലേക്ക് പോകാം. 2008 ഏപ്രിൽ 25 IPLന്റെ ആദ്യ സീസൺ. പഞ്ചാബും മുംബൈയും തമ്മിലുള്ള മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിൽ വെച്ച് ശ്രീശാന്തിന്റെ മുഖത്ത് ഹർഭജൻ അടിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്രീശാന്ത് ചിത്രം ഇന്നും ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടില്ല. അന്ന് ഹർഭജനെ ആ സീസണിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഇരുവരും ഒന്നിച്ച് ലോകകപ്പ് വിജയികളായി, ചങ്ങാതിമാരായി എന്ന് നമ്മൾ കരുതി. പല അഭിമുഖങ്ങളിലും ഹർഭജൻ ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രീശാന്ത് ഇപ്പോൾ പറയുന്നത് ആ ഖേദപ്രകടനങ്ങളെല്ലാം വെറും അഭിനയമായിരുന്നു എന്നാണ്. എന്താണ് പെട്ടെന്ന് ഈ പ്രകോപനത്തിന് കാരണം? അതൊരു പരസ്യമാണ്. സ്ലാപ്പ് ഗേറ്റ് വിവാദത്തെ ആസ്പദമാക്കി ഹർഭജൻ സിംഗ് അടുത്ത കാലത്ത് ഒരു പരസ്യത്തിൽ അഭിനയിച്ചു. ശ്രീശാന്ത് പറയുന്നത് കേൾക്കൂ. ആ സ്ലാപ്പ് ഗേറ്റ് സംഭവത്തെ വിറ്റഴിച്ചുകൊണ്ട് ഹർഭജൻ സിംഗ് ഒരു പരസ്യം ചെയ്തു. ഏകദേശം 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ആ പരസ്യത്തിലൂടെ അദ്ദേഹം സമ്പാദിച്ചത്. അത്രയും കൊണ്ട് തീർന്നില്ല. ആ പരസ്യം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറിയായി ഇടാൻ ഹർഭജൻ എന്നെ വിളിച്ചു ചോദിച്ചു. ഇതാണ് ശ്രീശാന്തിനെ ചൊടിപ്പിച്ചത്. തന്നെ വേദനിപ്പിച്ച, തന്റെ കരിയറിനെ പോലും ബാധിച്ച ഒരു മോശം സംഭവത്തെ പണമുണ്ടാക്കാനുള്ള മാർഗമായി ഹർഭജൻ കണ്ടു എന്നാണ് ശ്രീശാന്തിന്റെ ആരോപണം. ഞാൻ ക്ഷമിക്കും, പക്ഷെ ഒരിക്കലും മറക്കില്ല എന്നതാണ് തന്റെ നയമെന്ന് ശ്രീശാന്ത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ശ്രീശാന്ത് വളരെ വൈകാരികമായാണ് ഇതിനോട് പ്രതികരിച്ചത്. ഹർഭജനെ താൻ ചേട്ട എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു. ഇനി തനിക്ക് ആ മനുഷ്യനുമായി യാതൊരു ബന്ധവുമില്ലെന്നും ശ്രീശാന്ത് തറപ്പിച്ചു പറയുന്നു. പല അഭിമുഖങ്ങളിലും രവിചന്ദ്രൻ അശ്വിനോടൊപ്പമുള്ള സംഭാഷണത്തിലുമൊക്കെ അദ്ദേഹം എൻ്റെ മകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. അത് കാണുമ്പോൾ ആളുകൾ കരുതും അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതെല്ലാം വെറും അഭിനയമാണ്. ശ്രീശാന്ത് ആ അഭിനയം അംഗീകരിക്കില്ല. ശ്രീശാന്തിന് മാതാപിതാക്കൾ പഠിപ്പിച്ചത് തെറ്റ് ചെയ്യുന്നവർ ക്ഷമിക്കാനാണ്. പക്ഷേ അവർ ചെയ്തത് ഒരിക്കലും മറക്കരുത് എന്നുകൂടിയാണ്. മറന്നാൽ അവർ അത് വീണ്ടും ആവർത്തിക്കും എന്നതിന് ഉദാഹരണമാണ് ഹർഭജൻ എന്നാണ് ശ്രീശാന്തിന്റെ വാദം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ലാപ്പ് ഗേറ്റ് ചർച്ചയാകുമ്പോൾ ആരാധകരും രണ്ട് തട്ടിലാണ്. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയില്ലെന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ ശ്രീശാന്ത് ഇപ്പോഴും പഴയ കാര്യങ്ങൾ പിടിച്ചു തൂങ്ങുകയാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. എന്തായാലും ഹർഭജൻ ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.